ഏപ്രിൽ 1 മുതൽ, അതായത് നാളെ മുതൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് മാറ്റങ്ങൾ നമ്മുടെ സിസ്റ്റത്തിൽ വരുന്നുണ്ട്. അപ്പോൾ അത് എല്ലാവരും അറിഞ്ഞിരിക്കുക. കാര്യം വെച്ചാൽ നിങ്ങളെ സംബന്ധിച്ച് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. കാര്യം വെച്ചാൽ നമ്മൾ CSC സെൻറ്റർ, നമ്മൾ ഭാരത് സർക്കാർ സംരംഭമായ CSC സെൻറ്റർ നടത്തുന്നതുകൊണ്ട് നമുക്ക് വന്ന സർക്കുലറിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റേഷൻ കാർഡിൽ ഈ പറഞ്ഞതുപോലെ കുറച്ച് അപ്ഡേഷൻസ് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ റേഷൻ കാർഡ് നമ്മൾക്കറിയാം, ഇപ്പോൾ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ BPL കാർഡിനൊക്കെ ഒരുപാട് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ BPL കാർഡുകാർക്ക് ഈ മാസം സൗജന്യമായിട്ട് കുറച്ച് ആനുകൂല്യങ്ങൾ വരുന്ന മാസം കൂടിയാണ് ഏപ്രിൽ 1 എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ സ്ത്രീ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ടിട്ട് ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. 1000 രൂപ ലഭിക്കുന്ന പദ്ധതി ഇപ്പോഴും അതിൻ്റെ ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പൈസയും വരുന്ന മാസം കൂടിയാണ് ഈ ഏപ്രിൽ 1 മുതൽ. അപ്പോൾ നിങ്ങൾ വേറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസ്, മറ്റുള്ള കാര്യങ്ങൾ, ഇന്ധന വർധനവ് കൂടി വരുന്ന സമയത്ത് ഇപ്പോൾ ഗ്യാസിൻ്റെ നമുക്കറിയാം 922 രൂപയായി. അത് ഇപ്പോൾ ഏകദേശം കൂട്ടുന്ന കാര്യങ്ങൾ ഈ ഏപ്രിൽ 1 മുതൽ നടപ്പിൽ വരും. ഇപ്പോൾ നമുക്കറിയാം പാചകവാതകം ഗാർഹിക ഉപയോഗത്തിന് ഉപയോഗിക്കുന്നത് 45 ദിവസം വരെയും ഈ ബുക്കിങ്ങുകൾ നീണ്ടു നിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം അതിനകത്തൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ EKYC ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങളത് ഉറപ്പുവരുത്തുക. അതോടൊപ്പം തന്നെ ബുക്കിംഗ് ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ നിശ്ചിത ആ ടൈമിൽ മാത്രമേ നമുക്ക് ഗ്യാസ് ലഭിക്കുകയുള്ളൂ. അപ്പോൾ വേറൊരു കാര്യം നമ്മൾ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ബാങ്ക് അക്കൗണ്ടിൽ ഇപ്പോൾ നമുക്കറിയാം സീറോ ബാലൻസ് അക്കൗണ്ടിൽ ഇനി മുതൽ ഈ പറഞ്ഞ ഇൻ്റർനെറ്റ് ബാങ്കിങ്, ചെക്ക് ലീഫ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ പറഞ്ഞ ബാങ്ക് അക്കൗണ്ടിലൂടെ ലഭിക്കും. അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടിൽ നമ്മൾ ഒരു സാമ്പത്തിക വർഷം 10 ലക്ഷത്തിൽ കൂടുതൽ നമ്മൾ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് നേരെ ഇൻകം ടാക്സിലേക്ക് പോകുന്ന ഒരു സംവിധാനം കൂടെ ഈ സാമ്പത്തിക വർഷം വരുന്നുണ്ട്. അപ്പോൾ അതും ആൾക്കാർ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വേറെ മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേഷനാണ് നമ്മുടെ ക്രെഡിറ്റ് കാർഡ്. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് മുമ്പ് നമുക്ക് ഈ പറഞ്ഞ പോലെ ആദായ നികുതി വകുപ്പിലെ കാര്യങ്ങൾ, ഇപ്പോൾ റിട്ടേൺസ് സബ്മിറ്റ് ചെയ്യാനും ഒന്നും പറ്റത്തില്ലായിരുന്നു. ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ടായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഈ സാമ്പത്തിക വർഷം നമുക്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് നമുക്ക് ഈ പറഞ്ഞതുപോലെ ആദായ നികുതിയുടെ കാര്യങ്ങൾ എല്ലാം ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അടുത്തൊരു പുതിയ അപ്ഡേറ്റ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ UPI ഇടപാടുകൾ, ഇപ്പോൾ നമ്മുടെ ഫോൺപേ, ഗൂഗിൾ പേ തുടങ്ങിയുള്ള UPI ഇടപാടുകളിൽ ഈ പറഞ്ഞതുപോലെ 2 ഫാക്ടർ ഓതൻറ്റിക്കേഷൻ കൊണ്ടുവരുന്നുണ്ട്. 2 ഫാക്ടർ ഓതൻറ്റിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ നമുക്ക് നേരത്തെ അറിയാം, നമ്മളിപ്പോൾ ഒരു ഗൂഗിൾ പേ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു PIN നമ്പർ മാത്രം അടിച്ചാൽ മതി. എന്നാൽ ഇപ്പോൾ ഈ സംവിധാനം നിലവിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ബയോമെട്രിക് കൂടെ ഉപയോഗിച്ചിട്ടുള്ള മാത്രമേ ഈ പേയ്മെൻറ്റ് പോവുകയുള്ളൂ. അത് നമ്മുടെ സുരക്ഷയുടെ ഭാഗമായിട്ടാണ് അത് കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അത് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര സർക്കാർ അങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാൻ കാർഡിൽ വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റം. അത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ നമ്മുടെ ST ചാനലിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ചാനലിൽ സെർച്ച് ചെയ്താൽ അത് കാണാൻ പറ്റും. അത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി മുതൽ ഭൂമി ഇടപാടിന്, അതായത് 20 ലക്ഷത്തിന് മുകളിൽ വരുന്ന ഭൂമി ഇടപാടുകൾക്കെല്ലാം പാൻ കാർഡ് നിർബന്ധമാണ്. അതുപോലെ 5 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള വണ്ടി, അതായത് വാഹനങ്ങൾ വാങ്ങുമ്പോൾ പാൻ കാർഡ് നിർബന്ധമാണ്. 5 ലക്ഷം രൂപയിൽ താഴെയുള്ള വാഹനങ്ങളാണെങ്കിൽ ഈ പറഞ്ഞ പോലെ പാൻ കാർഡ് നിർബന്ധമല്ല എന്നുള്ളതൊരു പ്രത്യേകമായിട്ടുള്ളൊരു കാര്യം വരുന്നുണ്ട്. അതോടൊപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പാൻ കാർഡിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. ജനനത്തീയതി തെളിയിക്കുവാൻ പാൻ കാർഡിൽ ഇനി മുതൽ ആധാർ കാർഡ് ഈ പറഞ്ഞ പോലെ രേഖയായി സ്വീകരിക്കുന്നതല്ല. അപ്പോൾ നമുക്കറിയാം അതിന് പകരമായിട്ട് നമ്മുടെ SSLC ബുക്ക്, ആധാർ കാർഡ്, SSLC ബുക്ക്, നമ്മുടെ ഈ പറഞ്ഞ പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, വോട്ടർ ID തുടങ്ങിയ രേഖകളായിരിക്കും ഇനിയും നമുക്ക് ഈ പറഞ്ഞതുപോലെ ഇതിന് രേഖയായിട്ട്, അതായത് നമ്മുടെ ജനനത്തീയതി തെളിയിക്കുന്നതിന് രേഖയായിട്ട് പാൻ കാർഡ് അപേക്ഷിക്കുമ്പോൾ കൊടുക്കുവാൻ സാധിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കാര്യം എന്ന് പറഞ്ഞാൽ ആ കൊടുക്കുന്ന രേഖകളിലെ ഈ ജനനത്തീയതിയും നമ്മുടെ പാൻ കാർഡിൽ, അതായത് പാൻ കാർഡിലേക്ക് നമ്മൾ ഈ കൊടുക്കുന്നതും തമ്മിൽ വ്യത്യാസം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ പാൻ കാർഡ് കിട്ടാതിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു മാസമാണ് ഈ പറഞ്ഞ ഏപ്രിൽ മാസം.
അപ്പോൾ ഈ ഏപ്രിൽ മാസത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളെല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഓരോ കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് ST ചാനലിൽ വരും ദിവസങ്ങളിൽ ചെയ്യും. അപ്പോൾ എല്ലാവരും ആ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ലൈക്ക് ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഈ വിവരങ്ങളെല്ലാം നിങ്ങളുടെ സുഹൃത്തുക്കളിലും മറ്റുള്ളവരിലേക്കും പങ്കുവയ്ക്കുക. തുടർന്നും നിങ്ങൾക്ക് മികച്ച സപ്പോർട്ട് ലഭിക്കും എന്ന വിശ്വാസത്തോടെ ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം ST ചാനൽ. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.